ചെറിയ കൂട്ടുകാരെ, എല്ലാവർക്കും എൻ്റെ സ്നേഹവന്ദനം. ഇന്നും ഇപ്പോൾ ഒരു വാക്യം ധ്യാനിക്കാം. നമ്മൾക്ക് സങ്കീർത്തനം 121 വാക്യം. ഞാൻ എൻ്റെ കണ്ണ് പർവ്വതങ്ങളിലേക്ക് ഉയർത്തുന്നു, എനിക്ക് സഹായം എവിടെ നിന്ന് വരും? ദൈവത്തിൻ്റെ വാഗ്ദത്ത വചനമാണിത്. സങ്കീർത്തനം 121 വാക്യം. എൻ്റെ സഹായം എവിടെ നിന്ന് വരും? എൻ്റെ സഹായം ആകാശത്തെയും ഭൂമി ഉണ്ടാക്കിയ ഹവയിൽ നിന്ന് വരുന്നു. ഞാൻ എൻ്റെ കണ്ണ് പർവ്വതങ്ങളിലേക്ക് ഉയർത്തുന്നു. കർത്താവിനോട് നോക്കുവാൻ നമ്മളെ കർത്താവ് രാവിലെ ദിവസം ആഹ്വാനം ചെയ്യുന്നു. യേശു അപ്പച്ചനോട് വിളിക്കുവാൻ, യേശു അപ്പച്ചനെ പ്രാർത്ഥിപ്പാനും, യേശുവിനെ അപ്പച്ചനെ കുറിച്ച് മറ്റുള്ളവർ പറയുവാനും കർത്താവ് നമുക്ക് ഈ ദിവസങ്ങളിൽ ഇടയാക്കട്ടെ. കർത്താവ് എന്നാണ് പറയുന്നത്, എൻ്റെ സഹായം ആകാശത്തെയും ഭൂമി ഉണ്ടാക്കിയ ഹോവയിൽ നിന്ന് വരുന്നു. ഹോവയെങ്കിൽ നിന്ന് വരുന്നു, യേശു അപ്പച്ചൻ്റെ കയ്യിൽ നിന്ന് വരുന്നു. കർത്താവ് തരുന്ന വചനം, വാഗ്ദത്ത വചനം നമ്മൾ വായിക്കാം. കർത്താവിനെ സ്തുതിക്കാം, കർത്താവിനെ പാട്ട് പാടാം, കർത്താവിന് വേണ്ടി സാക്ഷ്യം കൊടുക്കാം. അതുപോലെ സാക്ഷ്യം ചെയ്യാം. യേശുവിനെ അറിയുന്നവർക്ക് കഷ്ടതയും പ്രയാസങ്ങളും ഉണ്ട് എങ്കിലും കർത്താവ് അതെല്ലാം വിടുവിക്കുന്നു. യഹോവയിൽ മേൽ ഭാരം വെച്ചുകൊള്ളുക, നിന്റെ ഭാരം യഹോവയിൽ വെച്ചുകൊള്ളുക. നീതിമാൻ കുലുങ്ങിപ്പോവാൻ അവൻ സമ്മതിക്കുന്നില്ല. എത്ര നല്ല വാക്യം. എൻ്റെ സഹായം ആകാശത്തെയും ഭൂമി ഉണ്ടാക്കി യഹോവയിൽ നിന്ന് വരുന്നു. ഞാൻ എൻ്റെ കണ്ണ് പർവ്വതങ്ങളിലേക്ക് ഉയർത്തുന്നു. സ്വർഗ്ഗസ്ഥ പിതാവിലോട്ട് നമ്മളെ തന്നെ ഉയർത്തുമ്പോൾ കർത്താവ് ഈ ദിവസങ്ങളിൽ അത്ഭുതങ്ങളും അടയാളങ്ങളും ചെയ്യും. കർത്താവ് നമ്മളെ അനുഗ്രഹിക്കും, ആശീർവദിക്കും. കർത്താവ് ഭയത്തെയെല്ലാം പുറമേ തള്ളും. ഭയപ്പെടേണ്ട, ഞാൻ നിന്നോട് കൂടെയുണ്ട്. പരമേശ്വരൻ നോക്കേണ്ട, ഞാൻ നിൻ്റെ ദൈവമാകുന്നെന്ന് കർത്താവ് പറയുന്നു. നീ വെള്ളത്തിൽ കൂടി തീയിൽ കൂടി കടന്നാലും ഞാൻ അപ്പോഴും കർത്താവിൻ്റെ കരം കൂടെയുണ്ട്. ശദ്രക്, മേശക്, അബേദ്നെഗോ 3 പേര് തീച്ചൂളയിൽ ഇടപെട്ടു. എന്നാൽ കർത്താവിൻ്റെ സങ്കേതത്തിലുള്ള പിതാവിലോട്ട് അവർ കേന്ദ്രീകരിച്ചപ്പോൾ കർത്താവ് അവരുടെ 4-ാമനായി വന്നെന്നാണ് പറയുന്നത്, തീച്ചൂളയിൽ. അതുകൊണ്ട് അവിടെ വന്ന് യേശുപ്പച്ചൻ അവിടെ വന്ന് നിന്നപ്പോൾ അവർക്ക് യാതൊരു ആപത്തും ഇല്ലാതെ അവർ ആ തീയിൽ നിന്ന് വെളിയിലിറങ്ങി. അതുകൊണ്ട് നമ്മുടെ തീച്ചൂളയിൽ നിന്ന് വെളിയിറങ്ങിപ്പോയി. എങ്ങനെയാണ് കർത്താവിൻ്റെ സാന്നിധ്യം, കർത്താവിൻ്റെ അനുഗ്രഹം, കർത്താവിൻ്റെ സഹായം, കർത്താവ് സഹായിച്ചു, ഇത്രത്തോളം യഹോവ സഹായിച്ചു എന്നാണെന്ന് ഒരു പാട്ടുണ്ട്. കർത്താവ് ഇത്രത്തോളം നമ്മളെ സഹായിച്ചു. ഇതുവരെയിൽ കർത്താവ് നമ്മളെ വഴി നടത്തി. കർത്താവിൻ്റെ വചനം നമ്മൾ അനുദിനവും വായിക്കേണ്ടതാണ്. അനുദിനം വായിക്കപ്പെടണം, അനുദിനവും സാക്ഷ്യം പെടണം, അനുദിനവും നമ്മൾ പ്രാർത്ഥിക്കണം. അങ്ങനെ നമ്മുടെ ജോലി ചെയ്യുമ്പോൾ കർത്താവ് നമുക്ക് അത്ഭുതങ്ങളും അടയാളങ്ങളും ചെയ്യും. ഇതൊക്കെ ഞാനും ചെയ്യേണ്ടതാണ്. അത് ഞാൻ ചെയ്യാൻ ഞാൻ തയ്യാറായിട്ടുണ്ട്. ചെയ്തുകൊണ്ട് വരാനുള്ള കൃപ ദൈവം എനിക്ക് തരുന്നുണ്ട്. അത് പറയുമ്പോൾ മറ്റുള്ളവർക്ക് അത് എഡിഫിക്കേഷനായിട്ട് മാറട്ടെ എന്ന് ഞാൻ ആഗ്രഹിക്കുന്നു. കർത്താവ് ഈ ദിവസങ്ങളിൽ ഈ വാക്യം അനുഗ്രഹിക്കട്ടെ. 121 സങ്കീർത്തനം 1 വാക്യം. ഞാൻ എൻ്റെ കണ്ണ് പർവ്വതങ്ങളിലേക്ക് ഉയർത്തുന്നു, എൻ്റെ സഹായം എവിടെ നിന്ന് വരും? എൻ്റെ സഹായം ആകാശത്തെ ഭൂമി ഉണ്ടാക്കി ഹവയിൽ നിന്ന് വരുന്നു. ചെറിയ കൂട്ടുകാർക്കെല്ലാം ഇഷ്ടപ്പെട്ടോ? ഈ ഒരു വാക്യം നിങ്ങളെല്ലാവരും വായിക്കുക, പഠിക്കുക. ആമീൻ, ആമീൻ.